നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ്. ഉപതെരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കാനുള്ള KPCC ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിന് നൽകി. KPCC അധ്യക്ഷൻ K സുധാകരൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. S ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സൂചനകൾ എന്തായാലും ഇപ്പോഴൊന്നും വന്നിട്ടില്ല, തീയതിയെപ്പറ്റിയും ആലോചനയൊന്നുമില്ല, എങ്കിലും വളരെ നേരത്തെ തന്നെ ഒരുങ്ങാനുള്ള ആലോചനയിലാണോ ചുമതല അടക്കം ഏൽപ്പിക്കുന്നത്? ശ്രീകാന്ത്. UDF നേരത്തെ പുതുപ്പള്ളി, പാലക്കാട്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ കാലേകൂട്ടി തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൻ്റെ നേട്ടം അവർക്ക് ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ 3 സ്ഥലങ്ങളിലും കാലേകൂട്ടി പ്രവർത്തനം ആരംഭിച്ചു. ശേഷം പ്രഖ്യാപനം വന്നയുടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന നേതാക്കൾ അടക്കം കളത്തിലിറങ്ങി പ്രവർത്തനം നടത്തുന്നു. ഇതായിരുന്നു UDFന്റെ രീതി. അത് തന്നെയാണ് നിലമ്പൂരിലും തുടരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിനാണ് നൽകിയിട്ടുള്ളത്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിരുന്നു. അതിനുശേഷമാണ് നിലവിലിപ്പോൾ ഈ ചുമതല നൽകിയിട്ടുള്ളത്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളുടെ ചുമതലയും മുതിർന്ന നേതാക്കൾക്ക് നൽകും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. DCC അധ്യക്ഷൻ VS ജോയിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്തായാലും ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ തീയതി എപ്പോഴാണ് എന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക സൂചനകളൊന്നും ഇതുവരെ ഇല്ലെങ്കിൽ കൂടിയും നേരത്തെ ഒരുങ്ങുക എന്ന് കോൺഗ്രസ് ആലോചിക്കും. അതിൻ്റെ ഭാഗമായി ആണ് അതിൻ്റെ ചുമതല അടക്കം കൊടുത്തുകൊണ്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല AP അനിൽകുമാർക്ക് അടക്കം കൊടുത്തുകൊണ്ടുള്ള നിർണായകമായ തീരുമാനമുണ്ടാവുന്നത്. ശ്രീകാന്ത്, ഇനി അടുത്ത വരേണ്ടത് സ്ഥാനാർത്ഥി ആലോചനയാണ്, സ്ഥാനാർത്ഥി ചർച്ചകളാണ്. നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്നത് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്നാകുമോ ശ്രീകാന്ത്? ഹാഷ്മി, ഈ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനുള്ളിൽ സാധാരണ കാണുന്നത് പോലെയുള്ള പടലപ്പിണക്കങ്ങളോ തമ്മിലടിയോ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് തീയതി അറിഞ്ഞയുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, മണ്ഡലം ഉഴുതുമറിക്കുക, അങ്ങനെ ഒരു ഇത് നമ്മൾ കാണുകയുണ്ടായി. സാധാരണ കോൺഗ്രസിൽ അങ്ങനെയൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പക്ഷേ ഈ 3 ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ആ കാഴ്ചയാണ് കണ്ടത്. അതവർക്ക് ഈ കാലേകൂട്ടി കാര്യങ്ങൾ നീക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറും, പ്രശ്നമായി മാറും എന്ന് കരുതുക വയ്യ. കാരണം ഏപ്രിൽ ഒടുവിലോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കണക്കുകൂട്ടലിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ PV അൻവറിൻ്റെ സ്ഥാനം ഒഴിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത്. ഏപ്രിൽ ഒടുവിൽ അല്ലെങ്കിൽ മെയ്യിൽ ഇത്തരത്തിൽ വിജ്ഞാപനം വരും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും എന്ന് കരുതിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൽക്കാലം കോൺഗ്രസിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ കെട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങൾ പുതുപ്പള്ളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കണ്ടു. അത് തന്നെ നിലമ്പൂരും സംഭവിക്കുന്നു, അതിൽ ഒരു അത്ഭുതവുമില്ല. ഇതിനോടകം തന്നെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ DCC അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്, വോട്ട് ചേർക്കൽ നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയകാര്യ സമിതി അംഗം, ആ പ്രദേശം അറിയുന്നയാൾ AP അനിൽകുമാർ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ അത് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഒരു മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ചട്ടം. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ബൈ ഇലക്ഷൻ ഉണ്ടാകുമോ എന്ന ആദ്യ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബൈ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. മാർച്ച് ഒടുവിൽ, ഏപ്രിൽ ഒക്കെ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്.